കൃഷ്ണകുമാറിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതിനു വേണ്ട എല്ലാ പ്ലാനുകളും ഞങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്തിയതും കലോത്സവ വേദിയിൽ കൃഷ്ണകുമാറിനെ വരുത്തിയതും എല്ലാം അതിനുവേണ്ടി തന്നെയായിരുന്നു. അടുത്ത ഇലക്ഷനിൽ ജയിച്ചാൽ എന്നെ യൂണിവേഴ്സിറ്റി ചെയർമാൻ ആക്കാമെന്ന് പാർട്ടിയിൽ രാഷ്ട്രീയപരമായ ഒരു ധാരണയുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം ത്രിമൂർത്തികൾ ഒരാളെ മത്സരിപ്പിക്കാൻ പ്രിൻസിപ്പൽ അടക്കം പലർക്കും താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ച കോളേജിൽ അവരുടെ ഇമേജ് കാരണം എന്റെ തോൽവി ഉറപ്പായിരുന്നു. ഒരു പരാജയത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാ ഞാൻ അവനെ മുൻനിർത്തി കൃഷ്ണകുമാറിന് വേണ്ടി കണിയൊരുക്കിയത്. പക്ഷേ അതിനിടയിലാ വേറെ ആരോ കയറി കളിച്ചത്. സത്യത്തിൽ നീയും നിന്റെ കൂട്ടാളികളും ചേർന്ന് കൃഷ്ണകുമാറിനെ കൊലപ്പെടുത്തിയ ശേഷം ആ കുറ്റം 3 പാവങ്ങളുടെ മേൽ കെട്ടിവെച്ചതല്ലേ? അല്ല, ഞങ്ങളല്ല കൃഷ്ണകുമാറിനെ കൊന്നത്. ഞങ്ങൾ അയാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ ഞങ്ങൾ ആരും അയാളെ കൊന്നിട്ടില്ല. സാർ എന്നെ വിശ്വസിക്കണം. ആരാടെ ഈ ഓപ്പറേഷൻ മാസ്റ്റർ ബ്രെയിൻ? പറടാ. അത് അച്ഛൻ. പാറയിൽ കൃഷ്ണൻ എഴുത്തച്ഛൻ മകൻ PK സുകുമാരൻ, അതായത് ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ, നിന്റെ തന്ത. എന്ത് വേണം? ചേഞ്ച് ഒരു 15 ലക്ഷം രൂപ വേണം. തരാൻ പറ്റുമോ? നിങ്ങളോട് ചോദിച്ച എന്ത് വേണമെന്ന്. ആ മുടിയെ കഴിച്ചിരിക്കണ ആര്? സാറിന്റെ 5-ഓ? ഞാൻ ഉദ്ദേശിച്ച് സാറിന്റെ സ്റ്റെപ്പിനുകളിൽ 5-മത്തെ ആണോന്നാ. അനാവശ്യം പറയുന്നോടോ. എടോ, അതിന്റെ സെക്രട്ടറിയാ. ഞങ്ങളെ ഒരു സീരിയസ് ഡിസ്കഷൻ അല്ല. അത് സാറിന്റെ ജോയിന്റ് സെക്രട്ടറി ആണോ, ഡെപ്യൂട്ടി സെക്രട്ടറി ആണോ, അത് അണ്ടർ സെക്രട്ടറി ആണോ? ഡിസ്കഷൻ കഴിഞ്ഞ് ചർച്ച ചൂട് പിടിച്ച് നടക്കുകയാണല്ലേ? എടോ തെമ്മാടി, പാറയിൽ സുകുമാരന്റെ മുമ്പിൽ ഇതുവരെ ആരും നീണ്ടു ഒന്നും സംസാരിച്ചിട്ടില്ല. സാറിന് നൂന്ന് നിൽക്കാൻ സമയം കാണൂല. പക്ഷെ പോലീസുകാരനാ എനിക്ക് നൂന്ന് നിൽക്കാം. സുകുമാരോട് തർക്കുത്തരം പറയുന്നോടെ തെണ്ടി. സുകുമാര, കൈ ഉയർത്താം, പക്ഷെ ലക്ഷ്യത്തിൽ കൊള്ളുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അടിക്കാവൂ. ഇതുപോലുള്ള തടസ്സങ്ങൾ ഉണ്ടാവരുത്. സുന്ദര, ഐറ്റത്തെ പോയി പിടിക്ക്. ശരീരത്തിൽ വല്ല പപ്പും കൂടി ഉണ്ടോ നോക്കണേ. നീ കയ്യോങ്ങിയതേ നിന്റെ മറ്റേടത്തെ വാച്ച്മാന്റെ അടുത്തല്ല, പോലീസുകാരനോടാ. സൂക്ഷിക്കണം. സാറേ, ആനപ്പറ ലൈലേ ഇങ്ങോട്ട് മാറിക്കടേ. നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ. രാഷ്ട്രീയക്കാരനല്ലേ, ഏത് സമയത്ത് വേണമെങ്കിലും വാക്കും കാലും മാറാം. ഇരിക്കട്ടെ ഒരു തെളിവിന്. അനുവാദം ചോദിക്കാതെ എന്റെ ഫ്ലാറ്റിൽ കയറി അനാവശ്യം കാണിച്ചുണ്ടല്ലോ. നിന്റെ രണ്ടിലെ തൊപ്പി ചേർപ്പിക്കും. ഞാൻ ആരാണെന്ന് അറിയാണോ? സ്വന്തം പാർട്ടിയിൽപ്പെട്ട സുഹൃത്തായ നേതാവിനെ കൊലപ്പെടുത്തിയ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരും പറഞ്ഞ് രാവിലെ 10 മണിക്ക് പ്രസ് ക്ലബിൽ പത്രക്കാരെ വിളിച്ചുകൂട്ടി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം കിടക്കുമെന്ന് ഘോരം പ്രസംഗിച്ചുകൊണ്ട് പോലീസിനെ വിറപ്പിച്ച രാഷ്ട്രീയത്തിൽ ഈ പടക്കുതിരെ അറിയാത്തവരുണ്ടോ സുകുമാര? സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞ എല്ലാവന്റെ കിടപ്പ് സെക്രട്ടറിയുടെ നടയിൽ. അതെന്ത് ഇവിടെ വർക്കിന്റെ ഗുണം. സൂക്ഷിച്ച് സംസാരിക്കണം. രാഷ്ട്രീയക്കാരോടുള്ള പോലീസുകാരന്റെ കളി വേണ്ട. ഗദർമുണ്ട് ഷർട്ടും ധരിച്ചാൽ രാഷ്ട്രീയക്കാരനായെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ പറഞ്ഞോ സുകുമാര. ഇത്രയും കാലം പഠിക്കാത്തൊരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പഠിപ്പിക്കാം. എന്താ പഠിക്കണോ? പുന്നാര മകൻ മാധവൻ ഞങ്ങളുടെ തറവാട്ടിലുണ്ട്. സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ശത്രുവിനെ കൊല്ലാൻ മകന് കൊട്ടേഷൻ ഏൽപ്പിച്ച ഈ അച്ഛന്റെ കഥ മാധവൻ പറഞ്ഞു. ഇല്ല, ഞാൻ അവനെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. മാധവൻ അല്ലെങ്കിൽ പിന്നെ ആരാടാ? നെൽസനാ കൊട്ടേഷൻ എടുത്തത്. നെൽസനോ? വാഴാനി നെൽസനാ. സംഭവത്തിന് ശേഷം ഞാനിതുപോലെ അവനെ കണ്ടിട്ടില്ല. എന്നെ എണ്ണടിച്ച് വന്നിട്ടുമില്ല. അഡ്വാൻസ് മേടിച്ചു പോയതാ. എവിടെയാടാ നെൽസന്റെ വീട്? അയ്യോ, വാഴാനി ഡാമിന് അടുത്തുള്ള ചേരിയില്ല. അവൻ എപ്പോഴും ഇവിടെ തന്നെ. കുംഭകർണന്റെ ഉറക്കം പോലെ 6 മാസം ഇവിടെ, 6 മാസം പുറത്ത്. കിട്ടി. സെപ്റ്റംബർ 14 നെൽസനെ കൊണ്ടുവന്നത്. ആ സ്ഥിതിക്ക് പോലീസുകാർ അതിന്റെ തലേന്നാള്, അതായത് സെപ്റ്റംബർ 13 അവനെ പൊക്കിട്ടുണ്ടാവും. ഈ കൃഷ്ണകുമാർ കൊല്ലപ്പെട്ടെന്ന് സെപ്റ്റംബർ 15. ഓ, 15 പിന്നെ നെൽസൺ അല്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഓക്കെ.
ആ ഹലോ. അഴിക്കും തോറും മുറുകുന്ന വല പോലെയാണ് ഈ കേസ്. നെയ്തവനെ കൊണ്ട് തന്നെ അഴിച്ചെടുക്കണം, എന്നാലേ കെട്ടഴിയൂ. കാരണം ആ കെട്ടിന്റെ സൂത്രപ്പണി അവനെ അറിയൂ. ആ ദൗത്യമാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. ഈ താക്കോൽ കൂട്ടം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? കൊല്ലപ്പെട്ട ജസ്റ്റിസ് രാഘവ മേനോന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ താക്കോൽ കൂട്ടം. ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണുപോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു താക്കോലിനെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല സാർ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ അകത്ത് കയറി? ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ ജഡ്ജിയുടെ വീടിന് മുൻവാതിൽ തുറന്നു കിടക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ താക്കോലിന് മറ്റൊരു അവകാശം കൂടിയുണ്ട്. അതാര്? സാർ, ഒരു സംശയമുണ്ട്. കൊല നടത്തിയ ആളുടെ ഉദ്ദേശം കളവാണെങ്കിലോ? ഇന്നലത്തെ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. ആലുവയിൽ നിന്ന് പോലീസ് പിടികൂടിയ താക്കോൽ ചേറു എന്നൊരു കള്ളനെ കുറിച്ച്. ഞാനും വായിച്ചിരുന്നു. എങ്കിലും ഒരു പക്ഷേ ഈ താക്കോൽ ചേറുവിൻ്റെതായിക്കൂടെ സാർ? ആവാലോ. കൊലപാതകത്തിന് പിന്നിൽ കളവിന് വന്ന ചേറു തന്നെ ആവാം. നൂറെണ്ണായ സാറേ? താൻ പോയ കാര്യം എന്തായി? പോയ കാര്യങ്ങളെല്ലാം റെഡി. വിരലടയാളുകൾ ചേറുവിന്റെ തന്നെ. താങ്ക് ഗോഡ്. സാർ, ഈ ചേറുപ്പ് എവിടെയുണ്ട്? ഒരു മോഷണ കേസിന്റെ തെളിവെടുപ്പിനായി അവ ഇപ്പൊ കസ്റ്റഡിയിലുണ്ട്. എങ്കിൽ പൊക്കാം ഈ സാധനം. ഇതല്ലടോ ചേറുവിന്. ആ. സാറേ, ഇത് എന്തിന് മീശ? അത് ആലിന്റെ സാറേന്ന് നീ വിളിച്ചത് എന്തൊരർത്ഥത്തില്? സാറെന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേട്ടല്ലേ? അമ്മേനെ കൊല്ലലെന്നോ? ലോകത്ത് എന്ത് കേസ് വേണമെങ്കിലും എന്റെ മേലെ കെട്ടിവെച്ചോളൂ സാറേ. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ വിമാനം കൊണ്ട് ഇടിച്ച് തകർത്തത് നീയാണ്. അത് ഞാനാണ്. ആ, അതെന്ന് കേട്ടല്ലേ? സത്യം പറയാൻ തുടങ്ങി. ഇനി സാറ് മണിമണിയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. ഉത്തരം പറയും. സത്യം പറഞ്ഞ ചേറുവിനെ ഞങ്ങൾ ജയിലിലേക്ക് അയക്കും. സത്യം പറഞ്ഞില്ലെങ്കിൽ പരലോകത്തേക്ക് അയക്കും. ഇതിലേത് വേണമെന്ന് ചേറുന്ന് തീരുമാനിക്കാം. ഈ താക്കോൽ കൂട്ടാരുടേതാ. ആ, കൊല്ലപ്പെട്ട ജഡ്ജിയുടെ വീട്ടില് ചേറു എന്തിനാ പോയത്? കളവ് നടത്താനോ അതോ കൊലപാതകം ചെയ്യാനോ? ഞാൻ പോയില്ല കാര്യം ചെയ്യാ. എനിക്കൊരു വാശിയുണ്ട്. എന്നെ ഏതെങ്കിലും കേസിൽ പിടിച്ചാല് പിടിച്ച പോലീസുകാരുടെ വീട്ടിലോ ശിക്ഷ വെച്ച ജഡ്ജിന്റെ വീട്ടിലോ പലവളിൽ എറിഞ്ഞ ഉടനെ കയറി മോഷ്ടിച്ച് പ്രതികാരം ചെയ്യുമെന്ന്. അങ്ങനെ കഴിഞ്ഞ തവണ ഞാൻ കയറിയത് എന്നെ ശിക്ഷിച്ച ജഡ്ജിയമ്മാന്റെ ബംഗ്ലാവിലായിരുന്നു. പക്ഷെ വീട് തെറ്റി ഇത്തവണ മരിച്ച അമ്മാന്റെ വീട്ടിലാണ് ഞാൻ കയറിയത്. വീട് തെറ്റിയാലും കയറിയ ജഡ്ജിന്റെ വീട്ടിലാണല്ലോ. ഏതായാലും വന്ന ശരിക്ക് ഞാൻ എന്റെ മാന്ത്രിക താക്കോൽ കൊണ്ട് കഥവ് തുറന്നു. ഓരോ കളവ് ചെയ്യുമ്പോഴും എനിക്കൊരു തരം ആവേശമായിരുന്നു. ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ജഡ്ജിയുടെ വീട്ടിൽ ഞാൻ കയറിയത്. പൊതുവെ കള്ളന്മാര് കളവിന് ഏത് വീട്ടിൽ കയറിയാൽ ഉടനെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും വാതിലുകൾ തുറന്നെടുക്ക പതിവാണ്. അതുപോലെ ഞാനും വന്ന അടുക്കള വാതിൽ തുറന്നിട്ട ശേഷമാണ് ജഡ്ജിൽ മുറി കയറിയത്. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ജഡ്ജിയമ്മാൻ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അപകടം മണത്ത ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടുവാൻ തീരുമാനിച്ചു.